ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതിന് പ്രാധാന്യം കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായി ലിഫ്റ്റ് ചെയ്യും. എബിൻ്റെ സാക്ഷ്യം കുറിച്ചിന്ന് ചങ്ങനാശ്ശേരി. ഇപ്പോൾ എബിൻ എന്ന് പറയുന്നത് എബവ് ആവറേജ് കാത്തലിക്കാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കൗദാശ ജീവിതമുണ്ട്, പള്ളിപ്രവർത്തനങ്ങളുണ്ട്, എല്ലാം ഉള്ളൊരാളാണ്. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു ആകർഷണം തോന്നിയില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി സെൽഫ് കണ്ടൻറ്റഡാണ്. കാര്യം ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ദൈവമായിട്ട് നല്ല ധാരണയിലെത്തിയിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണത്, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴായാലും ദൈവം എന്നെ സഹായിച്ചോളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടിയിൽ ഇങ്ങനെ അറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് എന്താ ഉടമ്പടിയിലുള്ളതെന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ജോലി കാര്യങ്ങൾ, പുള്ളി ഒരു ഇലക്ട്രോണിക്സ് എൻജിനീയറാണ്. പക്ഷേ ജോലി കണ്ട അത്രയ്ക്ക് നാട്ടിൽ ജോലി അങ്ങനെ ഒക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി ശരി എന്നാൽ UAE പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം UAE പോയി. അവിടെ 6 മാസം ഓരോരോ കമ്പനികളിൽ ജോലി അന്വേഷിച്ചും അതിൻ്റെ റെസ്യൂം കൊടുത്തും ഇൻ്റർവ്യൂവിന് പോയും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1-2 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അങ്ങനെ കുറേ അപ്പോൾ ആൾക്കാർ പിന്നെ പറയും സാരമില്ല 6 മാസമൊക്കെ ഇൻ്റർവ്യൂവിന് പോകേണ്ടി വരും, ഒരു 10-50 കമ്പനി പോയാലേ നമുക്ക് ഒരു കമ്പനി ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. എന്താണ്? നമ്മൾ തിരിച്ചറിയും നമ്മൾ ആർക്കും വേണ്ട, നമ്മുടെ ജീവിതം ഇങ്ങനെ നിന്ന് കുലച്ചു പോകുകയുള്ളൂ, നമ്മളീ പറഞ്ഞതൊക്കെ വെറുതെയാണ്, ഞാനിങ്ങനെ എനിക്ക് ജോലി കിട്ടായെന്ന് എന്ത് ചെയ്യും, ജോലി കിട്ടിയാൽ പിന്നെ പെണ്ണ് കിട്ടത്തില്ല, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കുടുംബ ജീവിതമില്ല. അതൊന്നും പുള്ളി പെട്ടെന്ന് വിറച്ചു പോയി. ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വിറക്കുമല്ല. പുള്ളി ഉടനെ തിരിച്ചു പോന്നിട്ട് നാട്ടിൻപുറത്ത് പോലെ ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാട്ടിൻപുറത്ത് ജോലി അന്വേഷിക്കാനും പുള്ളിക്ക് കിട്ടണില്ല. അപ്പോഴങ്ങ് ആരോ പറഞ്ഞത്, അമ്മ പറഞ്ഞെടാ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. എബിൻ വന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രത്യേകിച്ച് സാധാരണ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാളിന് ഉടമ്പടി പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് പക്ഷേ ഇവർക്ക് ഈ നാട്ടു ക്രിസ്ത്യാനിക്ക് നടക്കുന്നുമില്ല. അത് ഉടമ്പടി പ്രത്യേകിച്ച് സംഭവമുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുഗ്രഹമൊക്കെ വേണം. അത് നാട്ടു ക്രിസ്ത്യാനി ഇപ്പം ഞാൻ നല്ലവണ്ണം കുടുംബ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞങ്ങൾക്ക് കാരികസതുണ്ട്, എനിക്ക് കാരികസ റാങ്ക് കിട്ടിയ ആളാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായുള്ള നല്ല കത്തോലിക്കരാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ ജന്മം പോരാതെ വരും. അതാണ് വിഷയം. നമ്മൾ അറിയത്തില്ല സംഭവം. അതായത് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണ്. ഒരു ശരാശരി കത്തോലിക്കൻ ചെയ്യണത് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ വളരെ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ഒറ്റ ചോദ്യത്തിന് 20 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെയും ചോദ്യം കിടപ്പുണ്ട്. അത് എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണമെങ്കിലേ അപ്പം മാത്രമേ നമ്മുടെ കള്ളനും വെള്ളി നീ കറക്റ്റ് ആളാണ് കർത്താവിൻ്റെ അല്ലേന്ന് അറിയത്തുള്ളൂ. ആൾക്കാർ എഴുതണതൊക്കെ ചോദ്യം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യമൊക്കെ ചുമ്മാ കണ്ണും പൂട്ടി കറക്കി കുത്തി എഴുതിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ളൊരു 40 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, അത് എഴുതാൻ പാടാണ്. അത് എഴുതുന്ന ആൾക്കാരാണ് ഈ ഉടമ്പടിയുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പോകണം. അത് ഇവിടുന്ന് ഓടിക്കളയുന്ന ആൾക്കാർ കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ എന്താണ് അവർക്കറിയാം. അവരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്ന്. ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്നുള്ളത് രഹസ്യമായി അത് ദൈവമായിട്ടൊരു ഇഷ്ടത്തിന് പുറത്ത് കൈമാറുന്ന രഹസ്യങ്ങളാണ്. നമുക്ക് ദൈവത്തോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല ആൾക്കാരെ. നമുക്ക് പൊരിഞ്ഞ സ്നേഹമായിരിക്കും ദൈവത്തോട്. പക്ഷേ അവിടെ കോളങ്ങൾ ഫില്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന് അവരോട് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ദൈവത്തിന് നമ്മളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ദൈവത്തോട് ഇഷ്ടമാണെന്നുള്ളത് നമ്മളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണത്, ജീവിക്കണതും വിശുദ്ധിയോട് ജീവിക്കണതും എല്ലാം കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ പേരിൽ
ദൈവത്തിന് നമ്മളൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊക്കെ നിൻ്റെ കടമയാണെന്ന് പറയും. അതിൻ്റെ കടമയാണെന്ന് പറയും. നീ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നീ അത് സാറ്റിസ്കോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നീ ചെയ്യണം. അത് നിൻ്റെ കടമയാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹം നമ്മോട് തോന്നണമെന്നില്ല. അതാണ് അതിൻ്റെ കടമയാണെന്ന് പറയുന്ന ഭാഗമില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് 17:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 17:10 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. നിത്യത എന്ന് പറയുന്ന ഈ സമ്മാനം കൈപ്പറ്റുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കടമകൾ നിർവഹിക്കാനുണ്ട്. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ അഡ്വാൻസ് ഗിവിങ് ആണ്. അതിൻ്റെ വില കൊടുക്കുന്നതാണ്. അതെന്താ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, വിശുദ്ധിയോടെയും സ്നേഹത്തോട് ജീവിക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്താലും ഉടമ്പടി വരുന്ന അത്രയും പ്രയോജനം അതുകൊണ്ടുണ്ടാകത്തില്ല. അത് കാര്യം അതുക്കും മേലാണ്. അതൊക്കെ നിർവഹിക്കുന്നത് അടിത്തറ വേണം. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റവ ചെയ്യേണ്ടതായിരുന്നു ഈശോ പറയണില്ലേ? അത് ഈശോയുടെ നിലപാട്. പാരമ്പര്യമായിട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് ഉപേക്ഷിക്കാമെന്നല്ല ഈശോ പറയണത്. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റത്. അപ്പോൾ മറ്റൊരു സംഭവം, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 11:42. ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. പക്ഷെ അതുമാത്രം ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജിനെ അഭിമുഖിക്കാൻ പാടായിരിക്കും. അതാണ് എബിന് പറ്റുന്ന അബദ്ധം. എബിൻ പറയണത് ഞാനിതെല്ലാം ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം എന്നെ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചതിൽ. പക്ഷേ ദൈവത്തിനൊരു പ്രശ്നമുള്ളത്, അതായത് നമ്മൾ വളരണമെന്നുള്ള ഒരു വലിയ ചാലഞ്ച് ദൈവ മനസ്സിലുണ്ട്. നമ്മൾ വളരണം. അതിന് ഈശോ വളരണമെന്നല്ല പറയണത്. ഈശോ പറയണത് 5:48 വായിച്ച്, മത്തായിയുടെ സുവിശേഷം 5:48 വായിച്ച്, 48, 49. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണതയിലേക്കുള്ള വളർച്ചയുണ്ട്. ശരിക്കും ആ പരിപൂർണതയ്ക്ക് വളർച്ച ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അസൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും. ദൈവത്തിലേക്കുള്ള വളർച്ച ഉള്ളത്, അതാണ് ബൈബിൾ ഉയർത്തുന്ന ഒരു ചാലഞ്ച്. അതാണ്. അപ്പം ട്രഡീഷണലായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മരിക്കത്തില്ല. ഇപ്പോൾ ഒരു ചെടി വളരുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തളരുന്നു എന്നാണ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി. ഞാൻ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 9 വർഷമായി ഉടമ്പടി എടുത്തിട്ട് 9 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. പരിശുദ്ധ അമ്മ എനിക്ക് മഴ പെയ്യുന്നത് പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ 2ാമത്തെ സാക്ഷ്യത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൽ ആദ്യമായി എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസാണ്.
കാറും സ്കൂട്ടിയും പഠിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അമ്മ മാതാവേ, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുവാനായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നൽകി, നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ ഒരു നല്ല ഡ്രൈവിംഗ് സ്കൂൾ നൽകി അനുഗ്രഹിച്ചു. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചിട്ടൊന്നും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല, ഞാൻ ഡ്രൈവിംഗ് പഠിത്തം നിർത്തുവാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഭർത്താവ് പഠിപ്പിച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചില്ല. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ 4 ജപമാല വെച്ച് ചൊല്ലി വചനം എഴുതി പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല. എന്ത് ചെയ്താൽ അവസാനം ഞാനിവിടെ വന്ന് അമ്മയോട് കരഞ്ഞു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊന്നും സാധിക്കത്തില്ല, അമ്മ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ ജപമാല നിരന്തരമായി ചൊല്ലി കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെറുതെ വീട്ടിൽ ഉള്ള വണ്ടിയൊക്കെ എടുത്ത് ഞാൻ പോകും. വെറുതെ വീടിൻ്റെ സൈഡിലുള്ള റോട്ടിൽ കൂടെ വെറുതെ ഇറങ്ങി വണ്ടി ഓടിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നന്നായി അമ്മ തന്നെ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നു. 8 എടുക്കാൻ നേരം ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ പോക്കറ്റിലിട്ടു. ഇവിടെ സാക്ഷ്യം പറയുന്ന ജെനി എന്ന് പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഉടമ്പടി കാശ് രൂപം പോക്കറ്റിലിട്ട് 8 കാലുകുത്താതെ ഈസിയായിട്ട് വരയ്ക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് 8 വരച്ചു. കാലുകുത്താതെ തന്നെ 8 വരച്ചു. അങ്ങനെ ഞാൻ റോഡ് ടെസ്റ്റും 8ഉം പാസ്സായി. അതിനു മുമ്പ് തന്നെ ഞാൻ ഗ്രൗണ്ടിൽ നമ്മുടെ ഇവിടുത്തെ വെഞ്ചരിച്ച തേനും ഉപ്പും മണ്ണും എല്ലാം ഞാൻ പുരട്ടി വണ്ടിയിലും എൻ്റെ നെറ്റിയിലും എല്ലാം പുരട്ടി പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ ടെസ്റ്റിന് പോയത്. പിന്നെ ഞാൻ എൻ്റെ ടെസ്റ്റ് പേപ്പറിൽ ഉടമ്പടി തൈലം പുരട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് കാറിൻ്റെയും 2 വീലറിൻ്റെയും ലൈസൻസ് എനിക്ക് കിട്ടി. 2024 ഡിസംബർ 7-ാം തീയതി അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു സ്കൂട്ടി കാണിച്ചു തന്നു. ഈ സ്കൂട്ടി നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു വെറുതെ എന്നെ കാണിക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നല്ലതാണെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂട്ടിയാണ് അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ആ സ്കൂട്ടിയിലാണ് ഞാൻ ടെസ്റ്റ് പാസ്സായതും. പിന്നെ 2025 അമ്മ മാതാവേ എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞ് ഡിസംബർ 7-ാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ എനിക്ക് 2025 ഡിസംബർ 7-ന് സ്വന്തമായി എൻ്റെ പേരിലൊരു കാറും നൽകി അനുഗ്രഹിച്ചു. എൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ വലിയ കൃപയിലാണ് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് സാധിച്ചത്. ഈ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 8 വർഷമായി നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. 10ഉം 11ഉം കെട്ട് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഞാൻ എല്ലായിടത്തും കൊടുക്കും. മലയാറ്റൂർ മല കയറുവാൻ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം നടുവേദനയായിട്ടാണ് 11 കെട്ട് പത്രമായിട്ട് മല കയറാനായിട്ട് പോയത്. 1ാം സ്ഥലം എത്തിയപ്പോഴത്തേനും എൻ്റെ 11 കെട്ട് പത്രവും തീർന്നു. പിന്നീട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നവരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള നടുവേദനയും ഉണ്ടായില്ല. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും പുരട്ടും. ഉപ്പ് വെള്ളത്തിൽ പ്രാർത്ഥിച്ച് കഴിക്കും. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ട് കുളിക്കും. അങ്ങനെ എനിക്ക് നടുവേദന പൂർണ്ണമായും അമ്മ മാറ്റി തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു പണയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 6 ലക്ഷം രൂപ പണയത്തിനായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഓണർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാങ്ക് ലോണും കടബാധ്യതയെല്ലാം കയറി അവർക്ക് ആ വീട് വീണ്ടും ഒരു 2 ലക്ഷം രൂപയ്ക്ക് കൂടെ കൂട്ടി വെക്കണമായിരുന്നു. ഞാൻ ഓരോ മാസം ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് കതക് തുറക്കുന്നതിന് പകരം ഓണർ ആരെയെല്ലാം കൊണ്ടുവന്ന് മുറ്റത്ത് നിപ്പ് കാണും ആ വീട് കാണിക്കുവാനായിട്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മ ഇത് നമ്മുടെ വീടല്ലേ, ഇതാർക്കും കൊടുക്കല്ലേ. അങ്ങനെ അമ്മ ഒരു വ്യക്തിയിലൂടെ 1 ലക്ഷം രൂപയും കൂടെ എന്നെ തന്ന് സഹായിച്ചു. ഞാൻ
അതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഈ സാക്ഷ്യപീഠത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ വീടിൻ്റെ താക്കോല് കൊണ്ട് വെക്കുമായിരുന്നു ഈ പരിശുദ്ധമായ ആൾത്താരിയിലും. എന്നിട്ട് അമ്മയോട് ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ നമ്മുടെ വീടായത്, എനിക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ ഇത് തരണേ. അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ ഞങ്ങൾക്ക് തന്നെ ആ വീട് തന്നു. ഇപ്പോഴും ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ വീട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് കിട്ടിയത് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള വലിയൊരു ഭാഗ്യമാണ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഞാൻ പങ്കെടുത്തില്ല. ഞാൻ അച്ഛൻ പറഞ്ഞായിരുന്നു വയ്യാത്തവർ ആർത്തങ്ക കുരിശടിയിൽ നിന്നും പള്ളിക്ക് വരെ നടന്നാൽ മതിയെന്ന്. ഞാനിവിടെ വരെ നടുവേദനയായിട്ട് വന്നു. മനസ്സോടെ ഞാൻ ആർത്തങ്ക കുരിശടിയിൽ നിന്നും മാതാവേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ നടുവേദന ആയുണ്ടെന്നോർത്ത് ആർത്തങ്ക കുരിശടിയിൽ നിന്ന് ഞാൻ ആർത്തങ്ക പള്ളി വരെ നടന്നവിടെ ഇരുന്ന് ജപമാല ചൊല്ലി കുർബാന കണ്ട് പ്രാർത്ഥിച്ചു. വളരെ മനോഹരമായി അന്ന് പ്രാർത്ഥിക്കാൻ പറ്റി, കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിച്ചുപോയി. ഇനി അടുത്ത വർഷം മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു നിയോഗം എഴുതിയിട്ടു, അമ്മ അടുത്ത വർഷം എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ റാലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കണമെന്ന്. അതിൻ്റെ ഫലമായി എനിക്ക് കഴിഞ്ഞ ഈ അഖണ്ഡ ജപമാല റാലിയിൽ മനോഹരമായി എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. ജപമാല റാലി തുടങ്ങിയപ്പോൾ എനിക്കൊരു എന്തോ ഒരു ടെൻഷൻ, നാട്ടിലെത്തുമോ, ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരുപാട് ദൂരമാണല്ലോ എന്നോർത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ. അന്നേരം തന്നെ ഞാൻ 91 സങ്കീർത്തനം ചൊല്ലി മുട്ടിപ്പായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ലിസ പുണ്യവതിയുടെ അടുത്ത് പോയതുപോലെ ആ മലമ്പ്രദേശത്തോടു കൂടി എങ്ങനെയോ അമ്മ സ്പീഡിൽ നടന്നു പോയോ അതേ സ്പീഡ് എനിക്ക് തരണേന്ന്. എൻ്റെ കൂടെ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം അത്ഭുതപ്പെട്ടു. ഒരുപാട് ദൂരമൊന്നും നടക്കാത്ത ഇവളെങ്ങനെയാണ് ഇതുപോലെ നടക്കുന്നതെന്നോർത്ത് ഞാൻ ചെന്ന് നിന്നത് അർത്തങ്കലാണ്. ജപമാല നല്ല ഭംഗിയായിട്ട് ചൊല്ലി. പിന്നെയും ദൂരം ഉണ്ടായിരുന്നേ നടക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. അഖണ്ഡ ജപമാല റാലി കഴിഞ്ഞു വരുന്ന വഴി ഞങ്ങളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ലെഫ്റ്റിൽ കൂടെ കയറി വന്ന ഒരു ഇന്നോവ ഞങ്ങളുടെ കാറിൻ്റെ ഡോറിൽ ഇടിക്കുകയും ഡോറ് ശകലം ഒരയുകയും ചെയ്തു. അവർ ഒരു 8,000 രൂപ തന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളല്ലേ ലെഫ്റ്റിൽ കൂടെ കയറി വന്നേ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും. അപ്പോൾ ഇവർ കൂടുതലായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഞങ്ങൾ ഉടമ്പടി അഖണ്ഡ ജപമാല റാലിക്ക് പോയിട്ട് വരുമല്ലേ, അമ്മയ്ക്ക് അറിയത്തില്ലേ അമ്മേ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന കാശ് ഊരി അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചു. അമ്മേ സഹായിക്കണേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ, യാതൊരു കുഴപ്പമില്ലാതെ ഒരു പൈസയും കൂടാതെ പോലീസ് സ്റ്റേഷനോ കോടതിയോ ഒന്നും കയറാതെ അമ്മ മാതാവേ ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരു പൈസയും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷ്യം പറയാത്തത് മൂലം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. സാക്ഷ്യം പറയാഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും ഞാനിവിടെ വരും, സാക്ഷ്യം സിസ്റ്ററിനെ കാണിക്കും, പറഞ്ഞത് ശരിയായില്ല, തെറ്റിപ്പോയി എന്ന് പറയും, ഒപ്പിട്ട് മേടിക്കും, തിരിച്ചു പോകും. അങ്ങനെ ആദ്യമത്തെ പ്രാവശ്യം ഞാൻ തിരിച്ചുപോയി, 2 പ്രാവശ്യം ഞാൻ തിരിച്ചുപോയി. 2 പ്രാവശ്യം എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഇയാൾ തരക്കേറി ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ തെറ്റിപ്പോവുമോ ശരിയാവുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എഴുതുന്നുണ്ട്. ബൈബിൾ എഴുതി ഇപ്പോൾ ഞാൻ എസക്കിയേലിൻ്റെ പുസ്തകത്തിലെത്തി. ഞാൻ ജെറമിയായുടെ ആ വചനം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കൈവേദന, ഇവിടെ കൈക്ക് വേദന വന്നു. ഈശോയുടെ കയ്യിൽ ആണിയടിച്ച് എങ്ങനെ കയറ്റുമോ അതുപോലെ ശക്തമായ വേദന 2 രാത്രികളിലും പകലും. അതിനുശേഷം പിന്നീട് എനിക്ക് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ വേദന. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകണേ.
എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണേ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. രാത്രിയും പകലും എല്ലാം എനിക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. ഒരു പേപ്പർ പോലും എനിക്ക് എടുക്കാൻ പറ്റുമല്ലായിരുന്നു. ഒരു ജപമാല എടുത്ത് ജപമാല ചൊല്ലാൻ പോലും പറ്റുമല്ലാത്ത അവസ്ഥ. കൈകൂപ്പി നിന്ന് വിശുദ്ധ കുർബാന പോലും സ്വീകരിക്കാൻ പറ്റുമല്ലാത്ത അവസ്ഥ. എന്നിട്ട് ഞാൻ കുർബാന മുടക്കിയില്ല. കുർബാനയാണ് ഏറ്റവും വലിയ മരുന്ന്. ഈശോയുടെ തിരുരക്തം എൻ്റെ കൈകളിൽ പുരട്ടുമ്പോൾ എൻ്റെ കൈവേദന മാറുമെന്ന് വിശ്വസിച്ച് ഞാൻ ഇടത് കൈ കൊണ്ട് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരുങ്ങി ഞാൻ കുർബാനയ്ക്ക് പോയി. ഒരു കുർബാന പോലും ഞാൻ മുടക്കിയില്ല. അങ്ങനെ എൻ്റെ കൈവേദന ഒരാഴ്ചയോളം വെഞ്ചരിച്ച് ഉപ്പ് പുരട്ടി അമ്മ മാതാവിനോട് വിശ്വാസ പ്രമാണം എഴുതി ചൊല്ലി എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൈവേദന പൂർണ്ണമായും അമ്മ മാതാവ് ഉണ്ണീശോട് പറഞ്ഞ് മാറ്റി തന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് സാക്ഷ്യം പറയാതെ വീണ്ടും ഞാനിവിടെ വന്ന് തിരിച്ചു പോയി. കൈവേദന മാറിയിട്ടും പിന്നെ എനിക്ക് വലത് കാലിന് ശക്തമായ വേദനയുണ്ടായി. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഗുളികയൊക്കെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം അല്ലാതെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ജീവിക്കുന്നത് 9 വർഷമായിട്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം കഴിച്ചു. തൈലം നന്നായിട്ട് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ജപമാല മുട്ടുമേ നിന്ന് ചൊല്ലി വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് പിന്നെ കാലുവേദന ഉണ്ടായില്ല. അന്നേരം ഞാൻ സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഞാൻ വന്നത്. സാക്ഷ്യം പറയാനായിട്ട് വീണ്ടും പേടി പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിച്ചുപോയി. അങ്ങനെ 3 തവണ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്ന് തിരിച്ചുപോയി. അതിൻ്റെ ഫലമായി ഞാൻ വെറുതെ ജോലി എടുത്തുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ തൂത്തതാ എൻ്റെ ഇടത് കണ്ണിൽ. എൻ്റെ ഡ്രസ്സിൻ്റെ തന്നെ എന്തോ ഡ്രസ്സ് തന്നെ കൊണ്ട് ഒരു കാരണവശാലും മുറിയാൻ സാധ്യതയില്ലാത്തതാണ്. എന്നിട്ടും എൻ്റെ കണ്ണ് ശകലം മുറിഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കണ്ണ് നീർന്ന് കണ്ട് കണ്ണാടി നോക്കി. ഞാൻ ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ കാണിച്ചു. മോനെ ഇത് കണ്ട കണ്ണ് ഇങ്ങനെ എന്തോ നീറ്റലുണ്ടല്ലോ, ഇതെന്നാ പറ്റുമെന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അയ്യോ മമ്മി ഇത് ഭയങ്കര സീനാണ് കേട്ടോ, ഭയങ്കര സീരിയസ് ആവും മമ്മി, ഇത് ആശുപത്രി കൊണ്ട് കാണിച്ചു, ഇത് കണ്ണിന് ഭയങ്കരമായിട്ട് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ എൻ്റെ ചേട്ടായിനെ കാണിച്ചു. ചേട്ടായി പറഞ്ഞു കണ്ണിൽ ബ്ലഡ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകും. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് പേടിയായി. ഞാനുടനെ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എല്ലാ മാസവും ഉടമ്പടി എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഇന്നീ നേരം വരെ ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ അമ്മയുടെ അടുത്ത് വരുന്നതാണ്. എനിക്ക് കിട്ടുന്ന കൂടുതൽ സമയം ജപമാല ചൊല്ലി വചനം എഴുതി കർത്താവിൻ്റെ മുന്നിലിരിക്കുന്നവളാണ്. കൂടുതൽ സമയം ഞാൻ കർത്താവിന് കൊടുക്കുന്നവളാണ്. അമ്മ മാതാവേ, എൻ്റെ കണ്ണിലെ മുറിവുണക്കി തരണേന്ന്. ഞാൻ പിന്നെ വീട്ടിലാരെയും കാണിച്ചിട്ടില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോയെ കാണിച്ച് പ്രാർത്ഥിക്കും. അമ്മ മാതാവിനെ എൻ്റെ മുറിവ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ മാസം 7-ാം തീയതി ഞാൻ കാണിച്ചു. 7-ാം തീയതി മുതൽ എനിക്ക് ഇന്നീ നേരം വരെ ഉടമ്പടി തൈലമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി തൈലം പരട്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പരട്ടി വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തിട്ടാണ് വന്നത്. ജപമാല 4 എണ്ണവും ചൊല്ലിയിട്ടുമാണ് വന്നത്. ഇതുവരെ എനിക്ക് കണ്ണിന് യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവിൻ്റെ മുറിവ് ഉണക്കി തന്നു. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, എന്ത് സാക്ഷ്യം കിട്ടിയാലും സാക്ഷ്യം പറയാതിരിക്കരുത്, സാക്ഷ്യം പറയണം. എന്നെപ്പോലെ പേടിയായിട്ടാരും സാക്ഷ്യം പറയാതിരിക്കരുതെന്നാണ്. പിന്നെ എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ജോസഫച്ചനെ തന്നതിന്, മരിയൻ ഉടമ്പടി തന്നതിന്, കൃപാസനം ശുശ്രൂഷകരെ തന്നതിന്, അതുപോലെ തന്നെ ഇവിടുത്തെ കൃപാസനം ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലക്സച്ചനൊക്കെ പറയുന്ന, ഈ സിസ്റ്റേഴ്സ് എല്ലാം പറയുന്ന ഓരോ വേർഡ്സും നമുക്ക് ഒരുപാട് അനുഗ്രഹമാണ്. ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പനും അമ്മയും സഹോദരങ്ങളും സമൂഹവും ഒന്നും പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ ജോസഫച്ചനിലൂടെ ദൈവപിതാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഉടമ്പടി തന്നതിന് 1000 നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ ഈ മരിയൻ ഉടമ്പടിയിൽ ജീവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ എന്നെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഈ പരിശുദ്ധമായ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി. ആവേ മരിയ. എൻ്റെ പേര് സജിമോൻ തോമസ്.
ഞാൻ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാത ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 29/9/2024 എനിക്ക് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിരുന്നു. അതിനൊരു രോഗസൗഖ്യം കിട്ടിയ കാര്യം ആദ്യമേ ആ കൊച്ചു തന്നെ നേരിട്ട് പറയും. ആദ്യം തന്നെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഉണ്ണിമായ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ എയിംസിൽ BSc നഴ്സിംഗ് 4th ഇയർ പഠിക്കുകയാണ്. എനിക്ക് 4 വർഷമായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ പ്രകാരം അത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ബോഡിയിൽ ഒരു CCP എന്ന് പറയുന്ന ഒരു ഫാക്ടർ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് ലൈഫ് ലോങ് മെഡിസിൻ എടുത്താലും അത് പൂർണ്ണമായും ഭേദമാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുന്നതിനും എഴുതുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ എണീക്കാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തിൽ മാതാവിനെ പറ്റി അറിഞ്ഞത്. എനിക്ക് ഫസ്റ്റ് മാതാവിനെ പറ്റി ഒന്നും അറിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് അങ്ങനെ മാതാവിനെ പറ്റി അങ്ങനെ വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഡെയിലി എൻ്റെ ഫ്രണ്ട് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ വെക്കേഷന് പോയപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ലബോറട്ടറിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോഴേക്കും എൻ്റെ CCP ഒക്കെ നെഗറ്റീവായിട്ട് കണ്ടു. ഞാനത് എയിംസിലെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ വിശ്വസിച്ചില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ ഏതെങ്കിലും മോശം ലാബിൽ നിന്ന് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എയിംസിൽ തന്നെയുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ലബോറട്ടറി വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ അവിടെ നിന്നും മൊത്തം എൻ്റെ CCP മൊത്തം ഫാക്ടേഴ്സും നെഗറ്റീവായി കണ്ടു. ഞാൻ ക്യാൻസറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തോട്രിക്സേറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡെയിലി വോമിറ്റിങ്ങും ഡ്യൂട്ടിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂടാതെ ഞാൻ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നൊരു ടാബ്ലറ്റുമായിരുന്നു യൂസ് ചെയ്തത്. അത് 2 വർഷത്തിലധികം യൂസ് ചെയ്ത കണ്ണിന് ടോക്സിസിറ്റി ആവുമെന്നൊക്കെയായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പിന്നെ 2 ലാബ് റിപ്പോർട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മെഡിസിൻ നിർത്തിക്കോളാൻ എന്നോട് പറഞ്ഞു. പൂർണ്ണമായും ഭേദമായെന്ന് പറഞ്ഞു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലജി. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. മാമൂട് എന്ന സ്ഥലത്തു നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം ഞാൻ പറയുന്നത്, ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ ഞങ്ങൾ ജോയിൻ്റ് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾക്ക് അതിൽ നിന്നും കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിനും ജോയിൻ്റ് ഉടമ്പടി ആയതുകൊണ്ട് ഒരു കാശ് രൂപ മാത്രമേ, ഒരു ലോക്കറ്റ് മാത്രമേ കിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കൊരു മാതാവിൻ്റെ ഒരു സംരക്ഷണം വേണം, എനിക്കൊരു ലോക്കറ്റ് വേണമെന്ന്. ഞാനതുകൊണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം വന്ന് ഞാൻ പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അതിഭയങ്കരമായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് എനിക്ക് മുട്ടുവേദന അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ നിയോഗത്തിലൊന്നും ഞാൻ ഇത് വെച്ചിരുന്നില്ല. എനിക്ക് മുട്ടുവേദന സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ മാസം തീർത്ഥാടനങ്ങളൊക്കെ നടത്തിയപ്പോൾ ഞാൻ മുട്ടുവേദന വെച്ചുകൊണ്ട് ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എപ്പോഴാണെന്ന് അറിയില്ല, എൻ്റെ മുട്ടുവേദന അപ്രത്യക്ഷമായി. സമയച്ചുരുക്കത്തിൻ്റെ മാതാവേ എനിക്ക് പൂർണ്ണമായ രോഗസൗഖ്യം നൽകി. അതുപോലെ തന്നെ ഞാൻ 2 വീലർ ഓടിക്കും. 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഒരു ഓട്ടോ എൻ്റെ സൈഡിൽ കൂടെ വന്നു. ഓട്ടോയിൽ തട്ടി എൻ്റെ ബാലൻസ് പോയി. ഞാൻ ഏതാനും കുറച്ച് ദൂരെ, ഈ പള്ളിയുടെ ഒരു മധ്യത്തിൽ അത്രയും ദൂരത്തോളം ഞാൻ ഈ ബാലൻസ് ഇല്ലാതെ സ്കൂട്ടറിൽ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മറിഞ്ഞു വീഴുകയോ ഒന്നും ചെയ്തില്ല. അവസാനം കൊണ്ടുവന്ന് എന്നെ ആരോ പിടിച്ചു താത്ത് വെച്ചതുപോലെ എന്ന് ഞാൻ 2 വീലർ കൊണ്ട് താത്ത് വെച്ചു. ഒരാപത്തും കൂടാതെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകിയ, ഇതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ആളുകളില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
ഇതുപോലെ ഇത്രയേറെ അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയൊരു സൗഖ്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഈ നെഞ്ചത്തെ വേദന അതുപോണക്ക് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കപ്പം ഞാൻ സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. കുർബാന കൂടാതെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി കുർബാന ഇല്ലാതെ മുന്നോട്ട് പോകാൻ. അന്നേരം ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ വൈഫും മകനൂടെ പള്ളിയിലേക്ക് പോയി. എനിക്കപ്പം അവർ ഫോണിൽ കുർബാന വെച്ച് തന്നു. ഞാനത് കണ്ടുകൊണ്ടിരുന്നു. കുർബാനയ്ക്ക് ശേഷം വേദന അതുകൊണ്ട് തന്നെ നെഞ്ചത്തുണ്ട്. ഞാൻ കുർബാനയ്ക്ക് ശേഷം പിന്നെ അവിടെ കിടക്കുന്നിടത്ത് തന്നെ കിടന്നുകൊണ്ട് ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ആ കൊന്ത ചൊല്ലുന്നതിന് ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ മയങ്ങിപ്പോകുന്ന കണക്കൊരു ഫീൽ ചെയ്തു. ആ ഉറക്കത്തിൽ എന്നെ ആരോ എൻ്റെ ദേഹത്ത് കയറി കിടക്കുന്ന ഓണക്കത്തെ ഒരു ഫീലിംഗ്, എന്നെ കെട്ടിപ്പിടിക്കുന്ന ഓണക്കത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. ഞാൻ അന്നേരം എൻ്റെ ഇളയ മകൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാനോർത്ത് എന്നെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്, ഞാനിങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്ത് അങ്ങനെ കയറി കിടക്കാവോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോഴത്തേക്കിന് അവനല്ല. പക്ഷെങ്കിൽ അതിന് ശേഷം ഇവർ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെ ആ നെഞ്ചത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്ന അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. എനിക്ക് ആ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും അതോടുകൂടി മാറിക്കിട്ടി. അത് ശരിക്കും മാതാവിൻ്റെ ഒരു സംരക്ഷണമായിരുന്നു എനിക്കത് ബോധ്യപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഭയങ്കര നേരത്തെ ഒരു വീഴ്ചയുണ്ടായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് അച്ഛനെ ഇവിടെ വന്ന് കണ്ട് കാശുരൂപം എനിക്ക് തരുകയും ചെയ്തു. അച്ഛൻ്റെ കാശുരൂപം കൊണ്ട് ഞാൻ സ്ഥാപനത്തിൽ വെച്ച് അതിനുശേഷം എൻ്റെ ബിസിനസ് പണ്ട് നടന്നതിനേക്കാൾ ഡബിളായിട്ട് നന്നായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞങ്ങൾ എല്ലാ മാസവും വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അതുകൂടാതെ ഞങ്ങളുടെ പള്ളികളിലോ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കൊടുക്കാതെ പത്രങ്ങൾ കെട്ടായിട്ടൊക്കെ കിടക്കുന്ന കണ്ടാൽ അത് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. കൊടുക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കും. അതോടൊപ്പം ഈ പഠിക്കാൻ ബുദ്ധിമുട്ട് അതുപോലൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്കറിയുന്നവരെ ഒക്കെ ചെന്ന് കണ്ടുപിടിച്ച് അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാറുണ്ട്. അതുപോലൊക്കെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലാരും കുർബാന മുടക്കാറില്ല. എല്ലാ ദിവസത്തെ കുർബാനയ്ക്ക് പോകും. കുമ്പസാരം എല്ലാവരും ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാറുണ്ട്. മോള് പഠിക്കുന്ന വെളിയിലാണെന്ന് പറഞ്ഞാലും അവളും ഓൺലൈനിൽ കുർബാന കൂടുകയും ഈ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. അവരുടെ നേർച്ച വസ്തുക്കളും പ്രാർത്ഥന കൊണ്ട് അവരുടെ ഒരു റൂമിൽ ഉള്ള ആൾക്കാർ മുഴുവൻ അക്രൈസ്തവരാണെങ്കിൽ പോലും അവരും ഈ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുകയും അവരിലൂടെ അനേകർ രോഗസൗഖ്യം തേടുകയും ഇതുപോലൊക്കെ ഓൺലൈനിൽ നമ്മുടെ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അവരെ ജോലി ചെയ്യുന്ന സ്ഥലത്തും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരില്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.